അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അന്തിച്ചു പോകും. അത്രയ്ക്ക് അത്ഭുതമുള്ള സംഭവങ്ങളാണ് ഈ ചരിത്രത്തിലുള്ളത്. നമ്മുടെ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണിത്. സുലൈമാൻ നബി സാധാരണ രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല. അള്ളാഹു സുലൈമാൻ നബിക്ക് ഈ ലോകത്ത് വേറെ ആർക്കും കൊടുക്കാത്ത ഒരു കഴിവ് കൊടുത്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മനുഷ്യന്മാരോടും ജിന്നുകളോടും അതുപോലെ പക്ഷികളോടും കാറ്റിനോട് പോലും സംസാരിക്കാനും അവരെ ഭരിക്കാനുമുള്ള അധികാരം കൊടുത്തിരുന്നു. അതൊരു വലിയ മോചിസത്തായിരുന്നു. സുലൈമാൻ നബി അള്ളാഹുവിനോട് ദുആ ഇരുന്നു വാങ്ങിയ ഭരണമാണ്. അദ്ദേഹത്തിന്റെ ദുആ കേട്ട് അള്ളാഹു അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവാക്കി. ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വലിയ സൈന്യമായിട്ട് ഒരു യാത്ര പുറപ്പെട്ടു. ആ സൈന്യം എന്ന് പറഞ്ഞാൽ വെറും മനുഷ്യന്മാർ മാത്രമല്ല, അതിൽ ജിന്നുകളുണ്ട്, വലിയ വലിയ പക്ഷികളുണ്ട്, മറ്റു മൃഗങ്ങളുണ്ട്. കാറ്റാണ് സുലൈമാൻ നബിയുടെ വാഹനം എന്ന് പറയാം. ഒറ്റയടിക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറന്നെത്തും. സൈന്യത്തെ മുഴുവൻ സുലൈമാൻ നബി ഓരോരുത്തരായി അടുക്കി നിർത്തി നല്ല പോലെ ചിട്ടപ്പെടുത്തിയാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു സംഭവം. അദ്ദേഹം യാത്ര ചെയ്ത് ഒരു ഉറുമ്പുകളുടെ തായ്വരയുടെ അടുത്തെത്തി. ഒരുപാട് ഉറുമ്പുകൾ അവിടെയുണ്ട്. സുലൈമാൻ നബിയുടെ സൈന്യം വരുന്നത് കണ്ടതും അവിടുത്തെ ഉറുമ്പുകളുടെ നേതാവ് മറ്റുള്ള ഉറുമ്പുകളോട് സംസാരിച്ചു. സുലൈമാൻ നബിക്ക് ആ സംസാരം കേൾക്കാൻ പറ്റി. ഉറുമ്പ് മറ്റു ഉറുമ്പുകളോട് പറഞ്ഞു, "ഓ ഉറുമ്പുകളെ, നിങ്ങൾ വേഗം നിങ്ങളുടെ മാളങ്ങളിലേക്ക് ഓടിപ്പോയി ഒളിച്ചു, അല്ലെങ്കിൽ സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ സൈന്യവും നിങ്ങളെ കാണാതെ ചവിട്ടി അരച്ചു കളയും." ഇത് കേട്ട് സുലൈമാൻ നബി ചിരിച്ചുപോയി. "അല്ലാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഉറുമ്പിന്റെ സംസാരം കേൾക്കാൻ എനിക്ക് പറ്റി. നീ എന്നെ അനുഗ്രഹിച്ചതിന് ഞാനിതാ നിനക്ക് ശുക്ർ ചെയ്യുന്നു. എനിക്ക് നീ നല്ലത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ." സുലൈമാൻ നബിയുടെ മനസ്സിൽ അപ്പോൾ തന്നെ ആ ഉറുമ്പിനോട് ഒരു ഇഷ്ടം തോന്നി. കാരണം ആ ഉറുമ്പ് അതിന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ആ മുന്നറിയിപ്പ് കൊടുത്തത്. തന്റെ സൈന്യത്തിന്റെ ശക്തിയിൽ അഹങ്കാരം വരാതെ സുലൈമാൻ നബി ഉറുമ്പിന്റെ സംസാരം കേട്ട് ചിരിക്കുകയായിരുന്നു. അങ്ങനെ യാത്ര തുടർന്നു. സുലൈമാൻ നബി സൈന്യത്തെ മുഴുവൻ പരിശോധിച്ചു. ഓരോരുത്തരായി വിളിച്ചു, "എവിടെയാ പക്ഷികൾ? എല്ലാവരും നിരന്നു നിൽക്ക്, വരി തെറ്റിക്കരുത്." പരിശോധിക്കുന്നതിനിടയിൽ ഒരു പക്ഷിയെ കണ്ടില്ല. ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു പക്ഷി. അതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രഹസ്യദൂതൻ. ആ പക്ഷി എവിടെ പോയി? സുലൈമാൻ നബിക്ക് ദേഷ്യം വന്നു. "ഹുദ്ഹുദ് എവിടെ പോയി? എന്നോട് പറയാതെ മുങ്ങിയതാണോ? വരാൻ പറ്റാത്ത വല്ല കാരണവും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം പറയാതെ ആണെങ്കിൽ ഞാൻ അതിനെ പിടികൂടി നല്ലൊരു ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ അതിനെ അറുത്തു കളയും." കുറച്ചു കഴിഞ്ഞപ്പോൾ ഹുദ്ഹുദ് പക്ഷി പറന്നു വന്നു. അത് സുലൈമാൻ നബിയുടെ കാലിൽ വന്നിരുന്നു. "രാജാവേ, ക്ഷമിക്കണം, ഞാൻ ഒരു അത്ഭുതം കണ്ടിട്ടാണ് വന്നത്. നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും." സുലൈമാൻ നബി പറഞ്ഞു. "എന്താ നിന്റെ അത്ഭുതം? വേഗം പറയ്." ഹുദ്ഹുദ് പറഞ്ഞു, "ഞാൻ സബ എന്ന് പറയുന്ന രാജ്യത്ത് പോയിരുന്നു. അവിടെ ബിൽക്കീസ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയാണ് ഭരിക്കുന്നത്. അവർ വലിയ സിംഹാസനത്തിൽ ഇരുന്നാണ് ഭരിക്കുന്നത്. ആ രാജ്യത്തിലെ ജനങ്ങളെല്ലാം സൂര്യനെയാണ് സുജൂദ് ചെയ്യുന്നത്, അള്ളാഹുവിനെയല്ല. ശൈത്താൻ അവരെ വഴിതെറ്റിച്ചു." "സൂര്യനെയോ? അല്ലാഹു അക്ബർ. അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും സത്യസന്ധമായിട്ടുള്ള ഭരണത്തെക്കുറിച്ചും ഒന്നും അറിയില്ലേ?" സുലൈമാൻ നബിക്ക് അത് കേട്ട് വിഷമമായി. സുലൈമാൻ നബി ഉടനെ ഹുദ്ഹുദ് പക്ഷിയോട് പറഞ്ഞു, "ശരി, നിന്റെ വാർത്ത സത്യമാണോ എന്ന് ഞാനിപ്പോൾ നോക്കും. ഞാനിതാ ഒരു കത്ത് എഴുതുന്നു. നീ ഈ കത്തുമായിട്ട് നേരെ രാജ്ഞിയുടെ അടുത്ത് പോവുക. അവരുടെ മുന്നിൽ വെച്ച് കത്ത് താഴെയിടുക. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരുന്ന് അവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേട്ട് മനസ്സിലാക്കണം." സുലൈമാൻ നബി എഴുതിയ കത്ത് വളരെ ചെറുതായിരുന്നു, പക്ഷെ ശക്തമായ സന്ദേശം അതിലുണ്ടായിരുന്നു. കത്തിൽ ഇങ്ങനെ എഴുതി: "ഈ കത്ത് സുലൈമാന്റെ അടുത്ത് നിന്നാണ്. കരുണാനിധിയായ ദയാലുവായ അള്ളാഹുവിന്റെ നാമത്തിൽ നാം തുടങ്ങുന്നു. നിങ്ങൾ എന്റെ മുന്നിൽ ധിക്കാരം കാണിക്കരുത്. എന്നോട് അനുസരണയുള്ളവരായിട്ട് വരണം." ഹുദ്ഹുദ് പക്ഷി കത്തുമായിട്ട് നേരെ സബ രാജ്യത്തേക്ക് പറന്നു. അങ്ങനെ രാജ്ഞിയായ ബിൽക്കീസിന്റെ കൊട്ടാരത്തിലെത്തി. അവർ ഇരിക്കുന്ന സ്ഥലത്ത് കത്തിട്ടു. ബിൽക്കീസ് കത്തെടുത്ത് വായിച്ചു. അവർ ആകെ ആശയക്കുഴപ്പത്തിലായി. ബിൽക്കീസ് അവരുടെ മന്ത്രിമാരെയും പണ്ഡിതന്മാരെയും വിളിച്ചു കൂട്ടി. "എന്റെ അനുയായികളെ, എനിക്കൊരു വലിയ കത്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സാധാരണ കത്തല്ല. സുലൈമാൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കത്താണ്. അദ്ദേഹം അള്ളാഹുവിനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം നമ്മളോട് അനുസരണയുള്ളവരായിട്ട് അവരുടെ അടുത്ത് പോകാൻ പറയുന്നു. നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്?" അപ്പൊ മന്ത്രിമാർ പറഞ്ഞു, "രാജ്ഞി, നമ്മൾ വലിയ ശക്തിയുള്ളവരാണ്. യുദ്ധം ചെയ്യാൻ നമുക്ക് കഴിയും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇനി യുദ്ധമാണോ സമാധാനമാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചു." ബിൽക്കീസ് രാജ്ഞി ബുദ്ധിയുള്ളവളായിരുന്നു. അവർ പറഞ്ഞു, "രാജാക്കന്മാർ ഒരു നാട്ടിൽ യുദ്ധത്തിന് പോയാൽ ആ നാടിനെ നശിപ്പിക്കും. അവിടുത്തെ നല്ല മനുഷ്യരെ മുഴുവൻ അവർ കൊന്നൊടുക്കും. അതുകൊണ്ട് യുദ്ധം വേണ്ട. ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം.
ഞാനൊരു വലിയ സമ്മാനം സുലൈമാൻ രാജാവിന്റെ അടുക്കലേക്ക് കൊടുത്തുവിടാം. എന്നിട്ട് അവർ എന്താണ് അതിന് മറുപടി പറയുന്നതെന്ന് നോക്കാം. ബിൽക്കിസ് രാജ്ഞി വലിയ സമ്മാനങ്ങളുമായിട്ട് കുറച്ച് ദൂതന്മാരെ സുലൈമാൻ നബിയുടെ അടുത്തേക്ക് അയച്ചു. ദൂതന്മാർ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലെത്തി സമ്മാനങ്ങൾ കൊടുത്തു. സുലൈമാൻ നബി ദേഷ്യത്തോടെ പറഞ്ഞു, നിങ്ങൾ എനിക്കെന്താ സമ്മാനം തന്ന് സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്? അള്ളാഹു എനിക്ക് തന്നത് നിങ്ങൾ എനിക്ക് തരുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. നിങ്ങൾ തിരിച്ചു പോവുക. ഇനി ഒരിക്കലും എന്നെ സമ്മാനവുമായിട്ട് സമീപിക്കരുത്. നിങ്ങൾ സമാധാനമായി വന്നില്ലെങ്കിൽ ഞാൻ വലിയ സൈന്യവുമായിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വരും. നിങ്ങളെ അപമാനിച്ച് അവിടെ നിന്ന് ഓടിച്ചു കളയും. ദൂതന്മാർ സമ്മാനങ്ങളുമായി തിരിച്ചുപോയി. സുലൈമാൻ നബിക്ക് മനസ്സിലായി, ബിൽക്കിസ് രാജ്ഞി ഇനി ഭയന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ സുലൈമാൻ നബി അദ്ദേഹത്തിന്റെ സൈന്യത്തോട് ചോദിച്ചു, ആ രാജ്ഞി എന്നോട് അനുസരണയുള്ളവളായിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം എനിക്കിവിടെ കൊണ്ടുവന്നു തരാൻ ആർക്കെങ്കിലും കഴിയുമോ? അപ്പൊ തന്നെ ജിന്നുകളിലെ ഒരു വലിയ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നു. രാജാവേ, നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാനിതാ അവരുടെ സിംഹാസനം ഇവിടെ എത്തിച്ചു തരും. എന്നാൽ ആൾക്കൂട്ടത്തിനിടയിൽ അള്ളാഹുവിന്റെ കിതാബുകളെ കുറിച്ച് അറിവുള്ള ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. രാജാവേ, നിങ്ങളൊന്ന് കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനിതാ അവരുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബി കണ്ണു ചിമ്മി തുറന്നപ്പോഴേക്കും ബിൽക്കിസ് രാജ്ഞിയുടെ സിംഹാസനം അവിടെ എത്തി. സുലൈമാൻ നബിക്ക് സന്തോഷമായി. ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹു എനിക്ക് ശുക്ർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുകയാണ്. സുലൈമാൻ നബി പറഞ്ഞു, നിങ്ങൾ ആ സിംഹാസനം കുറച്ചൊന്ന് മാറ്റങ്ങൾ വരുത്തി വെക്കുക. അവർ വന്നാൽ തിരിച്ചറിയുമോ ഇല്ലയോ എന്ന് നോക്കാം. അങ്ങനെ ബിൽക്കിസ് രാജ്ഞി സുലൈമാൻ നബിയുടെ അടുത്ത് വന്നു. അവർ കൊട്ടാരത്തിന്റെ അത്ഭുതങ്ങൾ കണ്ട് തരിച്ചു നിന്നു. അപ്പോൾ സുലൈമാൻ നബി ചോദിച്ചു, ഇത് നിങ്ങളുടെ സിംഹാസനം പോലെ തന്നെയുണ്ടല്ലോ. ബിൽക്കിസ് രാജ്ഞി അത്ഭുതം അടക്കാൻ പറ്റിയില്ല. ഓഹോ, ഇത് അതുപോലെ തന്നെയുണ്ടല്ലോ. ഓഹോ, ഇത് അതുപോലെ തന്നെയുണ്ടല്ലോ. അതായത് അവർ തിരിച്ചറിഞ്ഞു. പിന്നെ സുലൈമാൻ നബി രാജ്ഞിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. കൊട്ടാരത്തിന്റെ നിലത്ത് വെള്ളം പോലെ തിളങ്ങുന്ന ചില്ലിട്ട തറ കണ്ടപ്പോൾ രാജ്ഞി വിചാരിച്ചു അത് വെള്ളമാണെന്ന്. അവർ അവരുടെ കാലിലെ വസ്ത്രം ഉയർത്തി. സുലൈമാൻ നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വെള്ളമല്ല, ഇത് ചില്ലിട്ട തറയാണ്. ബിൽക്കിസ് രാജ്ഞിക്ക് സുലൈമാൻ നബിയുടെ ശക്തിയും അദ്ദേഹത്തിന്റെ അറിവും അദ്ദേഹത്തിന്റെ ഈമാനും കണ്ടപ്പോൾ സ്വന്തം തെറ്റ് മനസ്സിലായി. ഇത്രയും വലിയൊരു രാജാവിന്, ഇത്രയും ശക്തിയുള്ള ഒരു ഭരണാധികാരിക്ക് ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളോടും സംസാരിക്കാനും ഭരിക്കാനുമുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. ബിൽക്കിസ് രാജ്ഞി ഉടനെ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഞാനിതാ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. സുലൈമാൻ നബിയോടൊപ്പം ഞാനിതാ ലോകരക്ഷിതാവായ അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതാണ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അഹങ്കാരമില്ലാത്ത അധികാരം, ലോകത്ത് ഒരു രാജാവിനും ഇല്ലാത്ത അധികാരം കിട്ടിയിട്ടും സുലൈമാൻ നബി അഹങ്കരിച്ചില്ല. ഒരു ഉറുമ്പിന്റെ സംസാരം പോലും അദ്ദേഹം വിലമതിച്ചു. ഏറ്റവും വലിയ ശക്തി ഉണ്ടായിട്ടും സുലൈമാൻ നബി നേരെ യുദ്ധത്തിന് പോയില്ല. ആദ്യം ഒരു കത്ത് വഴി സത്യം പറഞ്ഞു കൊടുത്തു. അതാണ് ഇസ്ലാം. സുലൈമാൻ നബി അള്ളാഹുവിനോട് ദുആ ഇരന്നാണ് ഈ അധികാരം നേടിയത്. നമ്മളും അള്ളാഹുവിനോട് ദുആ ഇരന്നാൽ അള്ളാഹു നമുക്ക് അതിശയകരമായ കാര്യങ്ങൾ നൽകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമുക്കും നല്ല അറിവും തഖ്വയും നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു ചരിത്രവുമായിട്ട് നമുക്ക് പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.